ഹലോ അസ്സലാമലൈക്കും, ഇറ്റ്സ് മീ നിഹാല നാസിക് ഈസി ഹോം കുക്ക്. നമുക്ക് ബീഫൊക്കെ വീട്ടിൽ ഉപ്പമാരോ ഒക്കെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവർക്കൊരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കൊരു ബീഫ് കറി തയ്യാറാക്കാൻ പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റണ്ടേ. ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കാണിച്ചു തരുന്നത്. ആദ്യം തന്നെ നമ്മൾ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം യൂസാക്കാൻ. അത് ആദ്യം തന്നെ കുക്കറിലിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബീഫിനനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ ഒക്കെ എണ്ണം കൂട്ടാം കേട്ടോ. ഞാൻ 2 തക്കാളി, പിന്നെ ഒരു ഉള്ളി, ഒരു 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമസാല കേട്ടോ, അതൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞൊക്കെ സെറ്റാക്കി വെക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡയറക്റ്റ് കുക്കറിലേക്കാണ് അരിഞ്ഞിടാറ് കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി നമ്മൾ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് ഒരു 8 വിസിൽ 8-9 വിസിൽ, നല്ല വേവുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 10 വിസിൽ വരെയൊക്കെ ചിലപ്പോൾ പോവാം. പക്ഷെ പെട്ടെന്ന് വിസിൽ വരും കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നമുക്കൊരു 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ബീഫ് കറി തയ്യാറാക്കാൻ പറ്റും. പിന്നെ നമുക്കിത് കുറുക്കിയെടുക്കണമെങ്കിൽ അത്യാവശ്യം വെള്ളം കൂട്ടിയെടുത്ത്, അതായത് നമ്മൾ വെള്ളമൊക്കെ കൂടി പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കത് കുറുക്കിയെടുക്കാനും പറ്റും. ആരും ബേജാറാവണ്ട. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുക. കല്ലുപ്പ് ഞാനൊരു അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതുപോലെ ഞാൻ മസാല, എനിക്ക് ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഞാനിതുപോലെ മസാല ബോക്സിൽ നിന്നാട്ടോ എടുക്കാറുള്ളത്. അങ്ങനെ ഇതാ 2-3 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് ഇതന്നെ വേണമെങ്കിൽ നമുക്ക് തേങ്ങ അരച്ചിട്ടും വെക്കാൻ പറ്റും. പക്ഷേ ഞാനിതൊരു വരട്ടിയ മോഡലുള്ളൊരു ബീഫ് കറിയാണ് കാണിച്ചു തരുന്നത്. പിന്നെ ഇതാ 1/4 ടീസ്പൂണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ മല്ലിപ്പൊടിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത്. അതൊരു 4-5 സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ കുറച്ചൊക്കെയാണ് ബീഫ് ഉള്ളത് എങ്കിൽ ഒരു 2-3 സ്പൂണൊക്കെ മതി. അതിലൊന്ന് 5 സ്പൂൺ ആരുടല്ലേ. ഇനി ഇതാ നമ്മൾ അത്യാവശ്യം ഓയിലും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക വേണ്ടത്. അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ നമ്മൾ നന്നായിട്ട് അതിലുള്ള ആ ഒരു നമ്മളിട്ട വെജിറ്റബിളും കാര്യങ്ങളും ആ ഒരു ബീഫും ഒക്കെ നിങ്ങോട്ട് കുഴഞ്ഞ് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. അത്യാവശ്യം കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പാകപ്പെട്ട് ഇട്ട് എന്താ പറയുക, വെന്ത് കിട്ടിയാൽ മതി. ഇനി അത്രയേ ഉള്ളൂ പണി എന്ന് പറയുന്നത്. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ഓയിലിൻ്റെ വെളിച്ചെണ്ണൻ്റെ ഒരു കുപ്പിയാണ് കേട്ടോ. നല്ല രസമല്ലേ. MRന്ന് വാങ്ങിയ MR ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. 139 രൂപ. ഇതിനിങ്ങനെ ഒരു കട്ടിങ് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. പക്ഷേ 1 ലിറ്റർ കൊള്ളൂല, ഒരു 750 ലിറ്ററൊക്കെ കൊള്ളേ. അപ്പം അത് ജസ്റ്റ് കാണിച്ചെന്നാണ്. അങ്ങനെ ഇതാ നമ്മളെ ബീഫ്, എനിക്ക് തോന്നുന്നു ഇതിന് 8 വിസിൽ വന്നിട്ടുണ്ട്. 8 വിസിൽ വന്നതിന് ശേഷം ഇതാണ് ഇതിൻ്റെ ഒരു രൂപം. പിന്നെ നമ്മൾ എപ്പോഴും ഈ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ കുക്കറിൻ്റെ മൂടി തുറക്കരുത് കേട്ടോ. അത്യാവശ്യം നേരം അതിൽ കിടന്നതിന് ശേഷം വേണം തുറക്കാൻ. അങ്ങനെ തുറന്നപ്പോൾ അത്യാവശ്യം എൻ്റെ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്കൊന്ന് ചെറിയുള്ളിയും പിന്നെ പച്ചമസാല, നമ്മളെ കരിവേപ്പില ഇട്ടുങ്ങാണ്ട് ഒന്ന് തൂമിച്ചെടുത്താൽ മതി, വറവിട്ടാൽ മതി. നമ്മൾ അടിപൊളി ബീഫ് കറി ഇവിടെ തയ്യാറാണ്. നമ്മൾ പൊറാട്ടൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, അല്ലെങ്കിൽ പത്തിരീൻ്റെ കൂടെ ഒക്കെ നല്ല നൈസായിട്ട് പോകുന്ന ഒരു കിഡിൽ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.